നമ്മുടെ പല്ല് കേടായിട്ട് നമുക്ക് പെയിൻ തോന്നുന്നത് ഈ പല്ല് കേടാവുന്നതിൻ്റെ 4ാമത്തെ സ്റ്റേജിലാണ്. അതായത് നമ്മൾ പൾപ്പൽ ഡാമേജ് എന്ന് പറയും. അതായത് ഇനാമിലും ഡെൻറ്റിനും കടന്ന് നമ്മളുടെ കേട് നമ്മുടെ പൾപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് പൾപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പല്ലിൻ്റെ ഏറ്റവും താഴെയുള്ള ലെയറാണ്. ഈ പൾപ്പിലൂടെയാണ് നമ്മളുടെ ബ്ലഡ് വെസൽസ്, അതായത് രക്തക്കുഴലുകളും ഞരമ്പുകളും ഒക്കെ നമുക്ക് കടന്നു പോകുന്നത്. അതായത് പല്ലിനെ സെൻസിറ്റിവിറ്റി കൂടുതലായിട്ട് കൊടുക്കുന്നത് ഈ പൾപ്പൽ ലെയറാണ്. അപ്പോൾ ഈ പൾപ്പൽ ലെയറിലേക്ക് നമ്മുടെ കേടെത്തിക്കഴിഞ്ഞാൽ, അവിടെ പൾപ്പിലേക്ക്, അതായത് ബ്ലഡ് വെസൽസിലേക്കൊക്കെ കേടെത്തിക്കഴിഞ്ഞാൽ അവിടെ ഈ പൾപ്പ് പതുക്കെ വികസിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ നമുക്കറിയാം നമ്മുടെ പല്ലെന്ന് പറയുന്നത് ഭയങ്കര കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഈ പൾപ്പ് ഉള്ളിലെ ഈ പൾപ്പ് വികസിക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ പല്ലിന് വികസിക്കാനായിട്ട് സാധിക്കുകയില്ല. അതിൻ്റെ ഫലമായിട്ട് പല്ലിൻ്റെ ഉള്ളിൽ പ്രഷർ വർദ്ധിക്കുകയും ഈ പ്രഷർ ആണ് നമുക്ക് പെയിൻ മെയിനായിട്ട് ഉണ്ടാക്കുന്നത്. ചില ആൾക്കാർക്ക് പെയിൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ചില കേസുകളിൽ നമുക്ക് പല്ലിൻ്റെ അടിഭാഗം പതുക്കെയായിട്ട് വീങ്ങാനായിട്ട് തുടങ്ങും. അപ്പോഴാണ് നമ്മൾ സ്വെല്ലിംഗ് ഉണ്ട് അല്ലെങ്കിൽ താടി വീങ്ങി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ ഇനാമലും അതുപോലെ തന്നെ ഡെന്റിൻ സ്റ്റേജിലും നമ്മൾ ചെയ്തതുപോലെ പല്ല് സാധാരണ രീതിയിൽ നമുക്ക് അടച്ചു വെക്കാനായിട്ട് സാധിക്കുകയില്ല. ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമ്മൾ വേര് ചികിത്സ അല്ലെങ്കിൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന ചികിത്സ ചെയ്തിട്ട് വേണം പല്ല് അടയ്ക്കാൻ. പക്ഷേ ഈ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പോലും നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമ്മുടെ പല്ലുകൾ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പല്ലിലെ വേദനയോ അല്ലെങ്കിൽ നീരോ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് അതിനാവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കും.